നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറഞ്ഞ കാലം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച റാപ്പർ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം ഇനി മുതൽ കാലിക്കറ്റ് സർവകലാശാലയിലെ പാഠ്യപദ്ധതിയിൽ. കൊടുങ്ങല്ലൂരിലെ പടാക്കുളത്ത് പനി ബാധിച്ച യുവാവ് മരിച്ചു. തച്ചിപ്പറമ്പിൽ ഗോപാലൻ മകൻ സുജിത്താണ് മരിച്ചത്. കൂരിക്കുഴി പഞ്ഞമ്പള്ളി മോസ്കോ പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. പ്രകൃതി സ്നേഹികളുടെ മനം നിറച്ച് ഒഴുകുകയാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല. ചാലക്കുടിയിലെ അടിപ്പാത വിഷയം വീണ്ടും ചർച്ചയാകുന്നു. LDF കൗൺസിലർമാർ അടിപ്പാതയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ അധീനതയിലുള്ള തളിയക്കോണം ബാബുജി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നിലച്ചു. വിശദമായ വാർത്തയിലേക്ക്. കുറഞ്ഞ കാലം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച റാപ്പർ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം ഇനി മുതൽ കാലിക്കറ്റ് സർവകലാശാലയിലെ പാഠ്യപദ്ധതിയിൽ. BA മലയാളം 4ാം സെമസ്റ്റർ പാഠപുസ്തകത്തിലാണ് ഈ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന പാട്ടും വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് പാഠപുസ്തകത്തിലുള്ളത്. അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. 1995 പുറത്തിറങ്ങിയ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് ജൂതവിരുദ്ധ ആരോപണങ്ങളെ എതിർത്തുകൊണ്ടുള്ള ഗാനമാണ്. യുദ്ധം കൊണ്ടുണ്ടാകുന്ന പ്രശ്നവും പലായനവുമാണ് 2020 പുറത്തിറങ്ങിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനം ചർച്ച ചെയ്യുന്നത്. 2 വീഡിയോ ലിങ്കുകളായിട്ടാണ് ഇവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യുവജനങ്ങളുടെ ഹരമായ വേടൻ എന്ന ഹിരൺദാസ് മുരളി തന്റെ 25ാം വയസ്സിലാണ് ആദ്യ മ്യൂസിക് വീഡിയോയായ വോയിസ് ഓഫ് വോയിസ്ലെസ് പുറത്തിറക്കുന്നത്. വരികളിലെ അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതിരോധവും ഹരം കൊള്ളിക്കുന്ന താളവും വേടനെ ജനപ്രിയനാക്കി. പാടുന്ന പാട്ടിന്റെ വ്യത്യസ്തത കൊണ്ട് കേരളക്കരയാകെ നിറഞ്ഞാടുകയാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി. കൊടുങ്ങല്ലൂരിലെ പടാക്കുളത്ത് പനി ബാധിച്ച യുവാവ് മരിച്ചു. തച്ചിപ്പറമ്പിൽ ഗോപാലൻ മകൻ സുജിത്താണ് മരിച്ചത്. എലിപ്പനിയാണെന്ന് സംശയിക്കുന്നു. ഗുരുതരമായി പനി ബാധിച്ചതിനെ തുടർന്ന് സുജിത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് രാവിലെ 9:30 ചാപ്പാറ ക്രിമിറ്റോറിയത്തിൽ നടക്കും. കൂരിക്കുഴി പഞ്ഞമ്പള്ളി മോസ്കോ പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പടിഞ്ഞാറെ ടിപ്പു സുൽത്താൻ റോഡിൽ ഇന്ന് രാവിലെ 10:30 അപകടം. എടവിലങ്ങ് സ്വദേശി സഫ്വാനാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. കയ്പമംഗലം പോലീസും KSEB അധികൃതരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രകൃതി സ്നേഹികളുടെ മനം നിറച്ച് ഒഴുകുകയാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല. മഴ പെയ്തു തുടങ്ങിയതോടെ കൂടുതൽ മനോഹരിയായ മല്ലൻകുഴിയുടെ കുളിരണിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കടങ്ങോട് വനാതിർത്തിയിലൂടെ ഒഴുകുന്ന നീർച്ചോലയാണ് മല്ലൻകുഴി. വനദേവനായ മല്ലന്റെ കാൽപാദം പതിഞ്ഞ് കുഴിയുണ്ടായ പ്രദേശമായതിനാലാണ് മല്ലൻകുഴി എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. നീർച്ചോലയ്ക്ക് സമീപം മല്ലൻകാവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ആഴം കുറഞ്ഞ ജലാശയങ്ങളും അപകട സാധ്യത കുറവുള്ള ചെറുവെള്ളച്ചാട്ടങ്ങളുമാണ് മല്ലൻകുഴിയുടെ പ്രത്യേകത. മഴക്കാലമായാൽ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ എത്തുന്നത്. ജില്ലയിലെ ഇക്കോ ടൂറിസം മാപ്പിൽ മല്ലൻകുഴി ഇടം നേടിയിട്ടുണ്ട്. അതിനാൽ ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മല്ലൻകുഴി നീർത്തട പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. വേനൽ കനത്താൽ മല്ലൻകുഴി വറ്റിവരളും. മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സംവിധാനമില്ലാത്തതാണ് വരൾച്ചയ്ക്ക് ഇടയാക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഫൈബർ റീ എൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളോട് കൂടിയുള്ള തടയണ നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്.
നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ 2,40,00,000 രൂപയും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് 40,87,000 രൂപയും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചാലക്കുടിയിലെ അടിപ്പാത വിഷയം വീണ്ടും ചർച്ചയാകുന്നു. അടിപ്പാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് എംപിയും എംഎൽഎയും തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് ചാലക്കുടി നഗരസഭയിലെ LDF കൌൺസിലർമാർ അടിപ്പാതയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ കൺവീനർ TP ജോണി ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, കൌൺസിലർ VJ ജോജി, KA അജിതൻ, പോളി ഡേവിസ് എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ചയും അടിപ്പാതയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ദേശീയപാതയിലെ ചാലക്കുടി അടിപ്പാത വീണ്ടും രാഷ്ട്രീയ പാർട്ടികൾ ചർച്ചാ വിഷയമാക്കുകയാണ്. ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനെടുത്ത വർഷങ്ങൾ സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ അലയടിക്കുന്നു. അടിപ്പാതയിലൂടെ വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതിനിടെ MLA സനീഷ് കുമാർ ജോസഫ് പുറത്തിറക്കിയ വികസന രേഖയിൽ അടിപ്പാത പൂർത്തിയാക്കിയത് തന്റെ മികച്ച നേട്ടമാണെന്ന് അവകാശപ്പെട്ടു. വികസന രേഖയ്ക്കെതിരെ രംഗത്ത് വന്ന LDF ഇപ്പോൾ അടിപ്പാത മുൻനിർത്തിയുള്ള പ്രക്ഷോഭത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അന്നത്തെ കോൺഗ്രസ് പാർട്ടിയും അതേ അവരാശ്രയിക്കുന്ന ചില ആളുകളും കൂടിയിട്ട് മേൽപ്പാലമല്ല അടിപ്പാതയാണ് ആവശ്യമെന്ന് നടത്തിയ സമരകൊലാഹലം നമ്മൾ കണ്ടതാണ്. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ അധീനതയിലുള്ള തളിയക്കോണം ബാബുജി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നിലച്ചു. നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ മുൻനിർത്തി സമരം നടത്തുമെന്ന് വാർഡ് കൌൺസിലർ TK ഷാജി പറഞ്ഞു. ഇരിങ്ങാലക്കുട നഗരസഭ 38-ാം വാർഡിലാണ് തളിയക്കോണം ബാബുജി സ്മാരക സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേഡിയം നവീകരണത്തിനായി സ്പോർട്സ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തെങ്കിലും ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. സ്റ്റേഡിയം ഉന്നത നിലവാരത്തിലാക്കാനുള്ള നവീകരണ പ്രവൃത്തികൾ 2023 മാർച്ച് 25-ന് മന്ത്രി R ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്തത്. നവീകരണത്തിനായി ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്റ്റേഡിയം കേരള സ്പോർട്സ് ഫൗണ്ടേഷന് കൈമാറുകയായിരുന്നു. 70 ലക്ഷം രൂപയുടെ പ്രവൃത്തികളിൽ 40 ലക്ഷത്തിലേറെ രൂപയുടെ പണികൾ പൂർത്തിയായി. ഗ്രൗണ്ട് നിരപ്പാക്കുന്നതിനായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണരിച്ച് മിനുസമുള്ള പൊടിയാക്കുന്ന പ്രവൃത്തികളാണ് ചെയ്തു വന്നിരുന്നത്. എന്നാൽ മഴ പെയ്തതോടെ നിർമ്മാണം നിലച്ചു. പലയിടത്തായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മഴ പെയ്യാൻ തുടങ്ങിയതോടെ ഗ്രൗണ്ടിന്റെ പിൻവശത്തുള്ള വീടുകളിലേക്ക് ഒലിച്ചിറങ്ങി. നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സ്ഥലം MLAയുമായ R ബിന്ദുവിന്റെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ജനങ്ങളെ അണിനിരത്തി സമരം ചെയ്യുമെന്നും കൌൺസിലർ TK ഷാജി പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 80 രൂപ കൂടി ഗ്രാമിന് 9,100 രൂപ, പവന് 72,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറഞ്ഞ കാലം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച റാപ്പർ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം ഇനി മുതൽ കാലിക്കറ്റ് സർവകലാശാലയിലെ പാഠ്യപദ്ധതിയിൽ. കൊടുങ്ങല്ലൂരിലെ പടാക്കുളത്ത് പനി ബാധിച്ച യുവാവ് മരിച്ചു. തച്ചിപ്പറമ്പിൽ ഗോപാലൻ മകൻ സുജിത്താണ് മരിച്ചത്. കൂരിക്കുഴി പഞ്ഞമ്പള്ളി മോസ്കോ പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞു.
പ്രകൃതി സ്നേഹികളുടെ മനം നിറച്ച് ഒഴുകുകയാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല. ചാലക്കുടിയിലെ അടിപ്പാത വിഷയം വീണ്ടും ചർച്ചയാകുന്നു. LDF കൗൺസിലർമാർ അടിപ്പാതയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ അധീനതയിലുള്ള തളിയക്കോണം ബാബുജി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നിലച്ചു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.